أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. അതെ, മനുഷ്യൻ നിത്യേന കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന 10 പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളും അതേ അവസരത്തിൽ മഹത്തായ അനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനങ്ങളിൽ എടുത്തു കാട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഖുർആനിൽ ഇവയെപ്പറ്റി ആവർത്തിച്ചും വിവരിച്ചും പ്രസ്താവിക്കാറുള്ളതുമാകുന്നു. ഒന്നാമതായി പറയുന്നത് ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ജീവിത സന്ധാനത്തിന് ഉപയുക്തമായ വിധത്തിൽ അതിനെ വിരിച്ചു വിധാനപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായി പറയുന്നത് ഭൂമിക്ക് ഇളക്കം പറ്റാതെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന കുറ്റികൾ അഥവാ ആണികൾ എന്നോണം അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചത്, മനുഷ്യനെ ആണും പെണ്ണുമായി ഇണവർഗങ്ങളാക്കിയത്, ദേഹാധ്വാനം, രോഗം മുതലായവ കൊണ്ടോ വ്യസനം, ഭയം മുതലായവ നിമിത്തമോ ഉണ്ടാകുന്ന ക്ഷീണങ്ങളിൽ നിന്നും പകലത്തെ വിവിധ ജോലി തിരക്കുകളിൽ നിന്നും വിശ്രമവും ശാന്തതയും നൽകുന്ന വിധം മനുഷ്യന് ഉറക്കിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്, രാത്രിയെ കേവലം വസ്ത്രം കൊണ്ടെന്നോണം ദേഹം മൂടിമറിഞ്ഞ് സ്വസ്ഥമായിരിക്കുവാൻ പര്യാപ്തമാക്കിയത്, മുഴുവൻ സമയവും രാത്രിയെപ്പോലെ ഇരുട്ടായതാക്കാതെ പകലിനെ അതിൽ നിന്നും വേർതിരിച്ച് ജീവിത സന്ധാനത്തിന് പക്വമായ അവസരമാക്കിയത്, ഭൂമിയിലെ എത്രയോ കാര്യങ്ങൾക്ക് അനപേക്ഷിതമായി നിരവധി പ്രകൃതി ബന്ധങ്ങൾ സ്ഥിതി ചെയ്യുന്ന വമ്പിച്ച 7 ആകാശങ്ങളെ ഭൂമിക്ക് മീതെ സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്, കത്തിജ്വലിച്ചു തിളങ്ങി പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ലോകവിളക്കാകുന്ന സൂര്യനെ ഏർപ്പെടുത്തിയത്, മഴവർഷിക്കുമാറുള്ള കാർമേഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മഴക്കാറുകളെ തട്ടിക്കൂട്ടുന്ന മഴക്കാറ്റുകളിൽ നിന്ന് ധാരാളം മഴവെള്ളം വർഷിക്കുന്നത്, അങ്ങനെ മഴ മൂലം ധാന്യം തുടങ്ങിയ എല്ലാ സസ്യവർഗങ്ങളും വൃക്ഷങ്ങളാലും ചെടികളാലും തിങ്ങിത്തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും മനുഷ്യർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. അതെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുന്ന പക്ഷം നിങ്ങൾ അത് കണക്കാക്കുന്നതല്ല. ഇതെല്ലാം നിരത്തിക്കാട്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു,